നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ഷാർജയിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം. ഭർത്താവിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തു. തെക്കുംഭാഗം പോലീസാണ് കൊലപാതക കുറ്റം ചുമത്തി കേസെടുത്തത്. ഷാർജയിലും ഭർത്താവ് സതീഷിനെതിരെ കേസ് നൽകുമെന്ന് ബന്ധുക്കൾ. ചവറ തെക്കുംഭാഗം സ്വദേശി അതുല്യയുടെ മരണം. ഭർത്താവ് സതീഷിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. സതീഷിന്റെ പാസ്പോർട്ട് ഷാർജ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സതീഷിനെ നാട്ടിലെത്തിക്കാൻ ശ്രമം ആരംഭിച്ചു. ആലുവയിൽ യുവതിയെ സുഹൃത്ത് കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്തി. കൊല്ലം കണ്ണനല്ലൂർ വെളിച്ചിക്കാല സ്വദേശി അഖിലയാണ് കൊല്ലപ്പെട്ടത്. സുഹൃത്ത് നേര്യമംഗലം സ്വദേശി ബിനുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. ഷാർജയിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തു. തെക്കുംഭാഗം പോലീസാണ് കൊലപാതക കുറ്റം ചുമത്തി കേസെടുത്തത്. ഷാർജയിലും ഭർത്താവ് സതീഷിനെതിരെ കേസ് നൽകുമെന്ന് ബന്ധുക്കൾ പറഞ്ഞു. തേവലക്കര കോയിവിള സ്വദേശി അതുല്യ ശേഖറിനെയാണ് ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തേവലക്കര കോയിവിള മേലേജത്ത് ജംഗ്ഷൻ അതുല്യ ഭവനിൽ എസ് രാജശേഖരൻ പിള്ളയുടെ മകൾ ടി അതുല്യ ശേഖരനെയാണ് കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശാസ്താംകോട്ട മനക്കര സജി നിവാസിൽ സതീഷ് ശങ്കറിനെതിരെയാണ് സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുള്ളത്. തെക്കുംഭാഗം പോലീസ് കൊലപാതക കുറ്റം ചുമത്തിയാണ് സതീഷിനെതിരെ കേസെടുത്തത്. SI എൽ നിയാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് കഴിഞ്ഞ ദിവസം രാത്രി വീട്ടിലെത്തി അതുല്യയുടെ അമ്മ തുളസിഭായിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. കൊലപാതക കുറ്റത്തിന് പുറമെ സ്ത്രീധന പീഡനം, കൈകൊണ്ടും ആയുധം കൊണ്ടും മാരകമായി പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ 6ലധികം വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. SHO S ശ്രീകുമാറിനാണ് അന്വേഷണ ചുമതല. കരുനാഗപ്പള്ളി ASP അഞ്ജലി ഭാവന തെക്കുംഭാഗം പോലീസ് സ്റ്റേഷനിലെത്തി വിവരങ്ങൾ തേടിയിരുന്നു. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ഷാർജ പോലീസിലും പരാതി നൽകുമെന്ന് ബന്ധുക്കൾ പറഞ്ഞു. 2014 ഇവരുടെ വിവാഹം. 43 പവൻ സ്വർണവും ബൈക്കും സ്ത്രീധനം വാങ്ങിയാണ് മകളെ വിവാഹം കഴിച്ചതെന്നും ശാരീരികമായും മാനസികമായും മകളെ പീഡിപ്പിച്ചിരുന്നെന്നും 19 പുലർച്ചെ ഫ്ളാറ്റിൽ വെച്ച് മകളെ കൊലപ്പെടുത്തിയതുമാണ് അമ്മയുടെ മൊഴി. ന്യൂസ് ബ്യൂറോ, ചവറ. ആലുവയിൽ യുവതിയെ സുഹൃത്ത് കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്തി. കൊല്ലം കണ്ണനല്ലൂർ വെളിച്ചിക്കാല സ്വദേശി അഖിലയാണ് കൊല്ലപ്പെട്ടത്. സുഹൃത്ത് നേര്യമംഗലം സ്വദേശി ബിനുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നഗരത്തിലെ ലോഡ്ജിലായിരുന്നു സംഭവം. ആലുവ നഗരത്തിൽ തോട്ടുങ്കൽ ലോഡ്ജിലാണ് കഴിഞ്ഞ അർദ്ധരാത്രി സംഭവമുണ്ടായത്. അഖിലയും സുഹൃത്ത് ബിനുവും ഇടയ്ക്ക് ഇവിടെ വന്ന് താമസിക്കാറുണ്ടെന്നാണ് ലോഡ്ജ് ജീവനക്കാർ പറയുന്നത്. ആദ്യം യുവാവാണ് കഴിഞ്ഞ ദിവസം എത്തിയത്. കുറച്ച് സമയത്തിനു ശേഷം യുവതി ലോഡ്ജിലെത്തി. മുറിയിൽ വെച്ച് ഇരുവരും തമ്മിൽ വഴക്കുണ്ടാവുകയും യുവതിയെ കൊലപ്പെടുത്തുകയുമായിരുന്നുവെന്നാണ് സൂചന. തന്നെ വിവാഹം കഴിക്കണമെന്ന യുവതിയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് വഴക്കുണ്ടായതെന്ന് യുവാവ് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഇതിനുശേഷം യുവാവ് തന്റെ സുഹൃത്തുക്കളെ വീഡിയോ കോൾ വിളിച്ച് മൃതദേഹം കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഈ സുഹൃത്തുക്കളാണ് സംഭവം പോലീസിനെ അറിയിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ചവറ തെക്കുംഭാഗം സ്വദേശി അതുല്യയുടെ മരണത്തിൽ ഭർത്താവ് സതീഷിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. സതീഷിന്റെ പാസ്പോർട്ട് ഷാർജ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സതീഷിനായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കും. ഇയാളെ നാട്ടിലെത്തിക്കാൻ ശ്രമം ആരംഭിച്ചു. ചവറ തെക്കുംഭാഗം സ്വദേശി അതുല്യയുടെ മരണത്തിലാണ് ഭർത്താവ് സതീഷിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടത്. ഇത് സംബന്ധിച്ച നോട്ടീസ് സതീഷിന് ബന്ധപ്പെട്ട കമ്പനി അയച്ചു നൽകിയിട്ടുണ്ട്. ബന്ധുക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സതീഷിന്റെ പാസ്പോർട്ട് ഷാർജ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സതീഷിനായി കേരളത്തിൽ ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിക്കും. ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. നിനക്ക് ബോറാവുന്നില്ല? കഷ്ടമാണെന്നില്ല. നീ എത്ര വീഡിയോ എടുത്തു പോകും? എന്ത് രസമാണ് എൻ്റെ കുഞ്ഞിൻ്റെ മൂക്കാണ് മതി. എന്ത് രസമാണ്, എന്ത് രസമുള്ള മൂക്കാണ്. നിനക്ക് എന്നെ ബോറാവുന്നില്ല? എത്ര വീഡിയോ എടുക്കുന്നേ? അവസാനം കൊണ്ട് കഴിക്കാൻ വേണ്ടി വെച്ച് അതും ചൂടാക്കി കൊണ്ടുവന്ന് ശിപ്പിച്ചു. നിനക്ക് എന്തിൻ്റെ കഴിയാണ്? അന്വേഷണ സംഘത്തിന്റെ പ്രത്യേക യോഗവും ചേരും.
അതുല്യയുടെ മരണം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ കഴിഞ്ഞ ദിവസമാണ് ചുമതലപ്പെടുത്തിയത്. SHO A. ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘമാണ് അന്വേഷണം നടത്തുന്നത്. ദുബായിലെ കോൺട്രാക്ടിംഗ് സ്ഥാപനത്തിൽ എഞ്ചിനീയറായി ജോലി നോക്കുകയാണ് ശാസ്താംകോട്ട സ്വദേശിയായ ഭർത്താവ് സതീഷ്. ന്യൂസ് ബ്യൂറോ, ചവറ. ഗ്രന്ഥശാല കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തി. ശൂരനാട് തെക്ക് തൃക്കുന്നപ്പുഴ വടക്ക് യുവജന വായനശാലയ്ക്ക് നിർമ്മിച്ച TO രാമചന്ദ്രൻ സ്മാരക ഹാളാണ് ഉദ്ഘാടനം ചെയ്തത്. ആദരവ് വാദ്യകലാ പഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം, വായനാ വസന്തം ഉദ്ഘാടനം എന്നിവയും നടത്തി. ശൂരനാട് തെക്ക് തൃക്കുന്നപ്പുഴ വടക്ക് യുവജന വായനശാല ആൻഡ് ഗ്രന്ഥശാലയുടെ 1-ാം നിലയിൽ നിർമ്മിച്ച TO രാമചന്ദ്രൻ സ്മാരക ഹാളാണ് ഉദ്ഘാടനം ചെയ്തത്. കോവൂർ കുഞ്ഞുമോൻ MLA പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക വിനിയോഗിച്ചായിരുന്നു ഉദ്ഘാടനം. കോവൂർ കുഞ്ഞുമോൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രന്ഥശാലയ്ക്ക് മുകൾനില കെട്ടിടം നിർമ്മിക്കുമ്പോൾ അതിന് മുന്നോടിയായി നടന്ന ഒരു സമ്മേളനത്തിൽ എല്ലാവരുടെയും ആഗ്രഹം TO രാമചന്ദ്രൻ അവരുടെ പേരിലായിരിക്കണം ഇതെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ ഫണ്ടിന് AS കിട്ടി, TS കിട്ടി, എല്ലാ അനുമതിയും ലഭിച്ചതിന് ശേഷം ഗ്രന്ഥശാല ഭാരവാഹികളുടെ ഒരു നിർദ്ദേശം കൂടി ഞാൻ വെച്ചിരുന്നു. TO രാമചന്ദ്രനും ബഹുമാന്യനായ KG രാമകൃഷ്ണപിള്ള സാറിൻ്റെ കൂടി പേര് വെക്കണമെന്ന് എൻ്റെ ഒരു അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഭാരവാഹികളെല്ലാം ആലോചിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, അത് പ്രശ്നമില്ല, നമ്മൾ പ്രഖ്യാപിച്ചത് TO രാമചന്ദ്രൻ്റെ അവരുടെ പേര് മാത്രം മതി എന്ന് പറഞ്ഞു. ശൂരനാട് തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് SK ശ്രീജ അധ്യക്ഷത വഹിച്ചു. പരിപാടികൾ നമ്മുടെ സമൂഹത്തിന്റെ നിലവിലുള്ള അവസ്ഥകൾ അനുസരിച്ച് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ നിർദ്ദേശപ്രകാരം നിരവധിയായ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ട് ഈ കുറേ പ്രശ്നങ്ങൾ ഇപ്പൊ കുട്ടികൾ ഇവിടെ ഇരിക്കുന്നവരെയൊന്നുമല്ല പറയുന്നത്, പൊതുവിൽ മയക്കുമരുന്ന് അടക്കമുള്ള പ്രശ്നങ്ങൾ നിരവധിയായ നമ്മൾക്ക് മനുഷ്യന്റെ മനസാക്ഷിയൊക്കെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പത്രത്തിൽ വന്ന സമയങ്ങളിൽ, നമ്മൾ കേട്ട സമയങ്ങളിൽ ഈ കുഞ്ഞുങ്ങളെയെല്ലാം ലൈബ്രറി കൗൺസിൽ വിളിച്ചിരുത്തുകയും അതിന്റെ ബോധവൽക്കരണം നടത്തുകയും അതിന്റെ ക്ലാസുകൾ നടത്തുകയും അതിന്റെ ദോഷവശങ്ങളെ കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലേക്ക് വളരെ വിപുലമായ ഒരു പരിപാടി സംസ്ഥാന സർക്കാരിനോടൊപ്പം സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലും നടത്തിയിരുന്നു. അതിന് നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ നിരവധിയായ ചടങ്ങുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുള്ള ആളാണ്. K. വിജയൻപിള്ള സ്വാഗതം പറഞ്ഞു. G. വേലായുധൻപിള്ള റിപ്പോർട്ട് അവതരിപ്പിച്ചു. കവി ഇഞ്ചക്കാട് ബാലചന്ദ്രൻ മുഖ്യ അതിഥിയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R. സുന്ദരേശൻ മുഖ്യപ്രഭാഷണം നടത്തി. കാപ്പക്സ് ചെയർമാൻ M. ശിവശങ്കരപ്പിള്ള പ്രതിഭകളെ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. പുഷ്പകുമാരി ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം P. ശ്യാമളയമ്മ LCD പ്രൊജക്ടിന്റെ സ്വിച്ച് ഓൺ കർമ്മവും, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് RS അനിൽ വാദ്യകലാ പഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി S. ശശികുമാർ വായനാ വസന്തത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. ഗീതാഭായി, PK പ്രിയങ്ക, G. നന്ദകുമാർ, ഡോക്ടർ Y. ജോയി, KC സുഭദ്രാമ, ചന്ദ്രൻ കിഴക്കേടം, PK ജയകൃഷ്ണൻ, R. ശ്രീകുമാർ, സുരേഷ് ഉത്രാടം, V. ശശീന്ദ്രൻ, ആര്യ രവി, അനന്തു B, വിശ്വജിത്ത് SR, R. ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ഏരൂരിൽ ഓയിൽ പാം തൊഴിലാളിക്ക് മർദ്ദനമേറ്റു. വിളക്കുപാറ കൊച്ചുകുളം ക്വാർട്ടേഴ്സിൽ താമസിച്ചു വരുന്ന ബിജുവിനാണ് മർദ്ദനമേറ്റത്. തലയ്ക്കും കാലുകൾക്കും ഗുരുതരമായ പരിക്കേറ്റ തൊഴിലാളി അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിളക്കുപാറ കൊച്ചുകുളം ക്വാർട്ടേഴ്സിൽ താമസിച്ചു വരുന്ന ബിജുവിനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ തൊഴിലാളിയായ ഷൈജുമോനെയും ഓട്ടോ ഡ്രൈവർ ശ്രീകുമാറിനെയും ഏരൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കസ്റ്റഡിയിലുള്ള ഓട്ടോ ഡ്രൈവർ ശ്രീകുമാറിന്റെ ഭാര്യ ഓയിൽ ഫാമിലെ തൊഴിലാളിയാണ്. എന്നാൽ പല ദിവസങ്ങളിലും ക്വാർട്ടേഴ്സിന് മുന്നിൽ ശ്രീകുമാർ എത്തുന്നത് മർദ്ദനമേറ്റ ബിജു ചോദ്യം ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് തൊഴിലാളിയായിട്ടുള്ള ഷിജുമോനും ശ്രീകുമാറും ചേർന്ന് തന്നെ മർദ്ദിച്ചതായാണ് ബിജു പോലീസിന് മൊഴി നൽകിയത്. മർദ്ദനമേറ്റ ബിജു CPI ഭാരതിപുരം ലോക്കൽ കമ്മിറ്റി അംഗവും എസ്റ്റേറ്റിലെ A ഡിവിഷനിലെ കൺവീനറുമാണ്. സംഭവത്തിൽ ഏരൂർ പോലീസിന്റെ ഭാഗത്തുനിന്നും ശക്തമായ നടപടികൾ ഉണ്ടാവണമെന്ന് ഓയിൽ പാം AITUC തൊഴിലാളി യൂണിയൻ ആവശ്യപ്പെട്ടു. പറയുന്ന ആളുകളോട് രാഷ്ട്രീയപരമായിട്ടുള്ള വിരോധങ്ങളുണ്ട്. ഓയിൽ പാമിൽ തന്നെ നിരവധി വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള കക്ഷികളാണ് ഈ പറഞ്ഞതുപോലെ ഇതിനെ ആക്രമിച്ചതിൽപ്പെട്ട ഒരാൾ. അപ്പൊ അത്തരത്തിലേക്ക് ഇതിനെ കരുതിക്കുട്ടിയുള്ള ആക്രമണമാണ് ഞങ്ങൾ കാണുന്നത്. ഇതിനെ വളരെ ശക്തമായ നടപടികൾ ഉണ്ടാവണം. കാരണം ഇത് പുറത്തുള്ള തൊഴിലാളി അകത്തെ തൊഴിലാളി തമ്മിലുള്ള വിഷയമല്ല, പുറത്തുള്ള ഒരാളുടെ സഹായത്തിലാണ് ഇതുപോലെ ക്വാർട്ടേഴ്സിന് സമീപത്ത് വെച്ച് ഇയാളുടെ ക്വാർട്ടേഴ്സിന് സമീപത്ത് വെച്ചാണ് ഇയാളെ മർദ്ദിച്ച് അവശനാക്കിയിരിക്കുന്നത്. വളരെ ദാരുണമായിട്ട് ഇയാളെ തല അടിച്ചു പൊട്ടിക്കുകയും ഇയാളുടെ കാലിന് പരിക്കേൽക്കുകയും ഉണ്ടായിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ശക്തമായ അന്വേഷണം ഉണ്ടാവണം എന്നുള്ളതാണ്
എന്നാൽ സംഘർഷത്തിൽ ഓട്ടോ ഡ്രൈവറായിട്ടുള്ള ശ്രീകുമാറിനും പരിക്കേറ്റിട്ടുണ്ട്. ഏരൂർ പോലീസ് സംഭവം അന്വേഷിച്ചു വരികയാണെന്നും കുറ്റക്കാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ശാസ്താംകോട്ട ആയിക്കുന്നം VDS ഗ്രന്ഥശാലയിൽ വായനോത്സവം സംഘടിപ്പിച്ചു. ലൈബ്രറി കൗൺസിലിന്റെ സംസ്ഥാനതല വായനോത്സവത്തിന്റെ ഭാഗമായുള്ള ഗ്രന്ഥശാലതല വായനോത്സവമാണ് നടത്തിയത്. 2 വിഭാഗങ്ങളിലായാണ് മത്സരം നടത്തിയത്. ശാസ്താംകോട്ട ആയിക്കുന്നം VDS ഗ്രന്ഥശാലയിലാണ് അഖില കേരള വായനോത്സവത്തിന്റെ ഗ്രന്ഥശാലാതല വായനോത്സവം സംഘടിപ്പിച്ചത്. 16 വയസ്സ് മുതൽ 25 വയസ്സ് വരെയും 25 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുമായി 2 തലങ്ങളിലായാണ് മത്സരം സംഘടിപ്പിച്ചത്. ലൈബ്രറി കൗൺസിൽ താലൂക്ക് എക്സിക്യൂട്ടീവ് അംഗം ചന്ദ്രൻ കിഴക്കേടം ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി കൗൺസിൽ ഉദ്ദേശിക്കുന്ന കഴിഞ്ഞ കാലങ്ങളിൽ 2-3 വർഷത്തിന് മുമ്പ് UP തല വായനാ മത്സരവും HS തല വായനാ മത്സരവുമാണ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷം മുതൽ മുതിർന്നവർക്ക് 2 വിഭാഗങ്ങൾ 16 മുതൽ 25 വയസ്സ് വരെയും 25 വയസ്സിന് മുകളിലോട്ടുള്ള 2 വിഭാഗമായിട്ട് ഇത്തരത്തിലൊരു വായനാ മത്സരം സംഘടിപ്പിച്ചതിന്റെ പിന്നിൽ വായനയിലേക്ക് മുഴുവൻ എല്ലാ തലത്തിലും ഏത് പ്രായക്കാരെ ഉൾപ്പെടുത്തുക എന്നുള്ള ഒരു മുൻഗണന കാണിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ആ ഒരു പ്രോജക്റ്റിലേക്ക് കടന്നിട്ടുള്ളത്. ഈ ഗ്രന്ഥശാലയിലും അത്തരത്തിലൊരു പ്രോജക്റ്റ് ഏറ്റെടുക്കുകയും ഇതിനുവേണ്ടി സജീവമായി കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ ഇതിന്റെ സെക്രട്ടറിയോട് ഞാൻ സംസാരിച്ചപ്പോൾ ജില്ലാ തലത്തിൽ തന്നെ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ മുതിർന്നവർ ഈ ഗ്രന്ഥശാലയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ നിലവാരമുള്ള വായനയിൽ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വായനയോട് താല്പര്യമുള്ള ഒരു ഗ്രന്ഥശാല പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയാണ് വലിയ ദാമോദരൻ ഗ്രന്ഥശാല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഗ്രന്ഥശാല പ്രസിഡന്റ് C രാധാകൃഷ്ണക്കുറുപ്പ് അധ്യക്ഷത വഹിച്ചു. K രാജേന്ദ്രൻപിള്ള സ്വാഗതം പറഞ്ഞു. G സഹദേവൻപിള്ള, M ദർശനൻ, ലിജി VL, മംഗലത്ത് വാവുപിള്ള, അനന്തുരാജ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. വളം വില വർധനവിൽ പ്രതിഷേധിച്ച് കായംകുളത്ത് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കർഷക സംഘം കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. രാസവളങ്ങളുടെ വില അമിതമായി വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാരിന്റെ കർഷകദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ചാണ് കായംകുളം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. കർഷക സംഘം കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ചും ധർണയും. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷേഖ് പി ഹാരിസ് ധർണ ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതോടൊപ്പം ഈ കർഷക സമരം ഇനിയും വരുന്ന നാളുകളിൽ കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ എല്ലാ കർഷകരും ആ സമരങ്ങളുടെ പിന്നിൽ അണിചേർന്നുകൊണ്ട് ആ കർഷക സമരങ്ങളെ വിജയിപ്പിക്കുന്നത് മുന്നോട്ട് വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാ കർഷക സഖാക്കളെയും സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തായിരിക്കും. ജില്ലാ വൈസ് പ്രസിഡന്റ് M V ശ്യാം അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി M നസീർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി S ആസാദ്, ജില്ലാ കമ്മിറ്റി അംഗം G ഹരികുമാർ, P സുരേഷ് കുമാർ, R ജയകുമാർ, ഹുസൈൻ കളീക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. SFI നേതാവായിരുന്ന അജയ് പ്രസാദ് രക്തസാക്ഷിത്വ ദിനാചരണം ക്ലാപ്പനയിൽ നടത്തി. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന, SFIയുടെ നേതൃത്വത്തിൽ അനുസ്മരണ റാലി എന്നിവയും സംഘടിപ്പിച്ചു. SFI നേതാവായിരുന്ന അജയ് പ്രസാദിന്റെ 18ാമത് രക്തസാക്ഷിത്വ ദിനാചരണമാണ് ക്ലാപ്പനയിൽ SFIയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. SFIയുടെ നേതൃത്വത്തിൽ സെന്റ് ജോസഫ് UP സ്കൂളിന് സമീപത്തു നിന്നും അനുസ്മരണ റാലിയും സംഘടിപ്പിച്ചു. കുറ്റിയടത്തുമുക്കിൽ അനുസ്മരണ സമ്മേളനം നടത്തി. SFI അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശം സജി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അവർ ഉയർത്തിപ്പിടിച്ചതുപോലെ ആശയത്തെ ആയുധം കൊണ്ട് പ്രതിരോധിക്കാൻ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം ഈ കഴിഞ്ഞ 55 വർഷക്കാലങ്ങൾ മുന്നോട്ട് പോയിട്ടില്ല. അതിന്റെ കൂടിയാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച ആശയം. ആ ആയുധത്തെ, അതിന്റെ സംവിധാനത്തെ
തകർക്കാൻ പ്രാപ്തിയുള്ള ആശയമാണ് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം ഉയർത്തിക്കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ഇന്ന് രാജ്യത്തിനകത്ത് ആകമാനം ഈ വിദ്യാർത്ഥികളുടെ സംഘടന ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് മാറാൻ കഴിയുന്നത്. സഖാവ് അജയ് പ്രസാദിന്റെ ഓർമ്മ പുതുക്കുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് രാജ്യത്തിനകത്തെ അല്ലെങ്കിൽ കേരളത്തിനകത്തെ ഈ കൊല്ലത്തിനകത്തെ കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമായി മാറാൻ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് മാറാൻ വേണ്ടി സാധിച്ചു. പക്ഷേ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ നിന്ന് അജയ് പ്രസാദിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ മുഴുവൻ വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് സഖാവ് അജയ് പ്രസാദിന്റെ ഓർമ്മ പുതുക്കുന്നതിലൂടെ, സഖാവ് അജയ് പ്രസാദ് ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ പുതുക്കുന്നതിലൂടെ നമുക്ക് നേടാൻ കഴിയേണ്ടത്. SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ് അജയ് പ്രസാദ് സ്മാരക മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു. ഏരിയ പ്രസിഡന്റ് മഹേശ്വർ അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗം ആര്യ പ്രസാദ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഗോപികൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ നജീബ്, സുനി, സുധീന്ദ്രനാഥ്, കാർത്തിക് ആനന്ദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ 22 മുതൽ അനിശ്ചിതകാലത്തേക്ക് പണിമുടക്കും. സർവീസ് നിർത്തിവെക്കുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി അറിയിച്ചു. അതേസമയം ബസ് ഓപ്പറേറ്റേഴ്സ് ഫോറം പണിമുടക്കിൽ പങ്കെടുക്കുന്നില്ല. ഗതാഗത മന്ത്രി KV ഗണേഷ് കുമാർ സംഘടനകളുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഫോറം പണിമുടക്കിൽ നിന്നും പിന്മാറുകയായിരുന്നു. മറ്റ് സംഘടനകൾ പണിമുടക്കുമായി മുന്നോട്ടു പോകാൻ തീരുമാനിക്കുകയും ചെയ്തു. ദീർഘദൂര ലിമിറ്റഡ് സ്റ്റോപ്പ് അടക്കമുള്ള മുഴുവൻ പെർമിറ്റുകളും അതേപടി പുതുക്കുക, വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് ഉയർത്തുക, ചെല്ലാൻ വഴി പോലീസ് അനാവശ്യമായി പിഴ ഈടാക്കി ബസ്സുടമകളെ ദ്രോഹിക്കുന്ന നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സർവീസ് നിർത്തിവെക്കുന്നതെന്ന് കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ബസ്സുടമകൾ പണിമുടക്ക് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഗതാഗത കമ്മീഷണർ ബസ്സുടമകളുമായി ആദ്യഘട്ടത്തിൽ ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ചർച്ച പരാജയപ്പെടുകയായിരുന്നു. തുടർന്ന് 7-ാം തീയതി സൂചന പണിമുടക്ക് നടത്തി. ഇതിനുശേഷമാണ് ബസ്സുടമകൾ അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചത്. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും. ഷാർജയിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം. ഭർത്താവിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തു. തെക്കുംഭാഗം പോലീസാണ് കൊലപാതക കുറ്റം ചുമത്തി കേസെടുത്തത്. ഷാർജയിലും ഭർത്താവ് സതീഷിനെതിരെ കേസ് നൽകുമെന്ന് ബന്ധുക്കൾ. ചവറ തെക്കുംഭാഗം സ്വദേശി അതുല്യയുടെ മരണം. ഭർത്താവ് സതീഷിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. സതീഷിന്റെ പാസ്പോർട്ട് ഷാർജ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സതീഷിനെ നാട്ടിലെത്തിക്കാൻ ശ്രമം ആരംഭിച്ചു. ആലുവയിൽ യുവതിയെ സുഹൃത്ത് കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്തി. കൊല്ലം കണ്ണനല്ലൂർ വെളിച്ചിക്കാല സ്വദേശി അഖിലയാണ് കൊല്ലപ്പെട്ടത്. സുഹൃത്ത് നേര്യമംഗലം സ്വദേശി ബിനുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.